കൊടുവായൂരിൽ പൊൻപുലരി 2025 എന്ന പേരിൽ ജൈവ കാർഷിക മേള ആരംഭിച്ചു. കാർഷിക പ്രദർശനം, കാർഷിക സെമിനാർ, കാർഷിക ക്വിസ് മത്സരം, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പാണ് പരിപാടി നടത്തുന്നത്. കെ ബാബു MLA മേള ഉദ്ഘാടനം ചെയ്തു. ഏത് ചമ്പാനും പൂച്ചപ്പാനും അയ്യാറെട്ടും ജയും ഉണ്ടമസൂരി വെള്ളമസൂരി എന്നൊക്കെ പറയുന്ന നെല്ലിനവും അതിൽ നിന്നുള്ള അരിയും കുത്തിയെടുത്ത് എന്നാൽ പിന്നെ അരി കുത്തിയെടുക്കാൻ പഴയ എന്താണ് ഒലക്കിയും ഒരലും വരണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ കാർഷിക മേഖലയിലുള്ള മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അമിതമായി ലാഭം കൊയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നാം പ്രയോഗിച്ചിട്ടുള്ള കീടനാശിനികളും രാസവള പ്രയോഗവും യഥാർത്ഥത്തിൽ താൽക്കാലികമായി ലാഭത്തിനപ്പുറം ദീർഘകാലമായി നിലനിൽക്കേണ്ട മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നതാണ്. 2, കൃഷിഭൂമിയുടെ അളവുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതും അതിൻ്റെ ഭാഗമായി നാളെ ഈ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ കുറവ് പരിഹരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ കൃഷി ഇറക്കുന്ന കൃഷിക്കാരന് കിട്ടേണ്ട ന്യായമായ വില സമയബന്ധിതമായി കിട്ടണം. ഞാൻ പറഞ്ഞത് ന്യായമായ വില സമയബന്ധിതമായി കിട്ടണം. നെല്ലൊക്കെ ഞങ്ങൾ അളന്നെടുത്തിട്ട് പോകും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി ആയതുകൊണ്ടാണ് ഞങ്ങളെന്ന് പറയുന്നത്. സിവിൽ സപ്ലൈസ് മുഖാന്തരം ഏറ്റെടുക്കും. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന വിലയും കിട്ടുന്നില്ല എന്നുള്ളതിൽ ഞങ്ങളും കടുത്ത വർഷത്തിലാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് മാറ്റിയെടുക്കാൻ ഒരു ശ്രമം ഗവൺമെൻറ് തലത്തിൽ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കേണ്ട സമയത്താണ് ആർക്ക് വിഷമമുണ്ടാകുന്നത്, പ്രശ്നമുണ്ടായത് നെല്ലെടുക്കേണ്ട മില്ലുകാർ. പരിപാടിയിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ അധ്യക്ഷനായി. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സ്മിത സാമുവൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ സുകുമാരൻ, K. സത്യപാൽ, K. സക്കീർ ഹുസൈൻ, S. ഹംസത്ത്, ജാസ്മിൻ ഷെയ്ഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 17, 18 തീയതികളിലാണ് കാർഷിക മേള നടക്കുക. UTV ന്യൂസ്, പാലക്കാട്.